സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. നിർണായക നീക്കം ഇത് തീർക്കാനായുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് സമരം. നമുക്കറിയാം, ആ തർക്കം പരിഹരിക്കാൻ നാളെ വകുപ്പുകൾ തമ്മിലുള്ള ഉന്നതതല ചർച്ച നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ധനകാര്യമന്ത്രിയും ആരോഗ്യ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഡോക്ടർമാരുടെ 57 മാസത്തെ ശമ്പള പരിഷ്കരണം കുടിശ്ശിക നൽകുന്നതിലെ സാങ്കേതികവും നിയമപരമായ തടസ്സങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് വിവരം. KGMCTA-യുമായുള്ള ചർച്ചകൾ ഡേറ്റും മറ്റും പിന്നീട് തീരുമാനിക്കും. ഇതിനിടയിൽ സമരം തുടരുകയാണ്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, ഈ സമരം കാര്യമായി തന്നെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർ അത് സ്ട്രിക്റ്റായി തന്നെ സമരം കൊണ്ടുപോകുന്ന പശ്ചാത്തലമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, കേരളത്തിലുടനീളമുള്ള സംസ്ഥാന മെഡിക്കൽ കോളേജുകളിൽ, അതായത് ഈ മെഡിക്കൽ കോളേജിലെല്ലാം ശസ്ത്രക്രിയകൾ ദിവസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം ഈ ഡോക്ടർമാരുടെ സമരം അത് ആദ്യം OP ബഹിഷ്കരണവും മറ്റുമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് കടുപ്പിച്ചുകൊണ്ടാണ് അവർ ശസ്ത്രക്രിയ അടക്കം ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അത് തന്നെ നമുക്കറിയാം, മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് മുൻപ് ഡേറ്റിൽ ലഭിച്ചതിന് ശേഷമാണ് ശസ്ത്രക്രിയക്കും മറ്റും ഇവർക്ക് ആശുപത്രിയിലേക്ക് എത്താനും ചികിത്സ നേടാനടക്കം സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ വരുന്നവർക്കടക്കം ഈ ഒരു സമരം കാരണം ബുദ്ധിമുട്ട് നേരിടുന്നു, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാനുള്ള വഴികൾ, അത് നിയമപരമായിട്ടും മറ്റും നയപരമായി അടക്കം എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഇപ്പോൾ വകുപ്പ് തലത്തിൽ ചർച്ച നടത്താനാണ് തീരുമാനം. ഇതിനു മുൻപ് ആരോഗ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയെ അടക്കം ചർച്ച നടത്തിയിരുന്നു. അതിലെല്ലാം ഈ ഒരു ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ഈ ഒരു ശമ്പള കുടിശ്ശിക ലഭിക്കാത്ത പക്ഷം സമരം പിൻവലിക്കില്ല എന്നായിരുന്നു അവരുടെ ഡോക്ടർമാരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തില്ലെങ്കിൽ അത് വരുന്ന നിയമസഭാ ഇലക്ഷനെയും മറ്റും പ്രതികൂലമായി ബാധിക്കുമെന്നൊരു തിരിച്ചറിവിന്റെ പുറത്താണ് ഇപ്പോൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ ഒരു തീരുമാനമാവുകയാണെങ്കിൽ അത് സമരത്തിൽ നിന്നും പിന്നോട്ട് വരാനുള്ള ഒരു കാരണമായി KGMCTA കാണുന്നുണ്ട്. കാരണം ഇത് വലിയ 57 മാസം എന്ന് പറയുന്ന വലിയ കുടിശ്ശികയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു തീരുമാനമാവുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ KGMCTA പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രിയും മറ്റും ചർച്ച നടത്താനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും ഈ ഒരു സമരം പിൻവലിച്ച് ഈ ഒരു സർവീസിലേക്ക് വീണ്ടും, അതായത് മെഡിക്കൽ കോളേജിന്റെ അടക്കം പ്രവർത്തനം പൂർണ്ണ തോതിലേക്ക് എത്തുകയുള്ളൂ. ശരി. സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.